കേറി കിടക്കാൻ ഇതുണ്ട്. എടാ നീ അവളെ തന്നെ നോക്കിയിരിക്കാതെ ഏതൊരു പെൺകുട്ടിയെ വായി നോക്കിയിരുന്ന അവള് മൈൻഡ് ചെയ്യില്ല. പ്രേമത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് പോലും നീ പഠിച്ചില്ലെന്ന് പറഞ്ഞ കഷ്ടം. ഞാൻ ചെയ്യുന്ന കേട്ട് നീ പഠിച്ചോ. കണ്ടാ മോനെ വരണത്. ഹായ് മരിയ, എന്തുണ്ട് വിശേഷം? പിന്നെ ഞാൻ സന്ദീപ്, ഇത് ആൽബി. I am Maria from Ceylon, Kilinochchi. May I know your whereabouts? Yes, yes. See you. Maria, come. എന്താടാ നീ അവള് ചോദിച്ചതിന്റെ ഉത്തരം പറയാതിരുന്നത്? എടാ സത്യമായിട്ട് എനിക്ക് അവള് പറഞ്ഞ ഇംഗ്ലീഷ് മനസ്സിലായില്ല. പൂർ ഇംഗ്ലീഷ്. എടാ അവള് ചോദിച്ചത് നമ്മുടെ ഡീറ്റെയിൽസാ. അതെയോ? ഞാൻ പഠിച്ചത് ബോംബെ ഇംഗ്ലീഷ്, ഇതൊരു സിലോൺ ഷോവാ. എടാ ആൽബി, മരിയ നിന്നെ വിളിക്കുന്നു. എന്നെയല്ല നിന്നെ. നീ ചെല്ല്. നീ കൂടെ വാടാ, എന്നെ ഒറ്റയ്ക്ക് അവളുടെ അടുത്തേക്ക് വിടാ. Don't disturb me. മൊബൈലിൽ ഫോട്ടോ എടുത്തതും ഭിത്തി ചാടി കടന്നതും ഒക്കെ കണ്ടു. I am not interested. Not interested? No, never. Thank you. Idiots. സമാധാനമായി. അവൾക്ക് എന്തായാലും മലയാളം അറിയാലോ. ഇനി രണ്ട് തെറി പറഞ്ഞാലും മനസ്സിലാവുമല്ലോ. അതെ വേണ്ട പ്ലീസ് ഒന്ന് പറയില്ലേ. കൊച്ചേ, സൂക്ഷിച്ച് പോണോന്ന് പറയായിരുന്നു. എന്താടാ ഇവന്മാരൊക്കെ ആരാ? എന്തിനാടാ നമ്മളെ അടിച്ചു? നല്ല കാര്യമുണ്ട്. നാണക്കേട്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ മരിയ വിട്ടേക്കൻ, നീ കേട്ടില്ല. ഇന്നത്തെ മരിയയുടെ ചേട്ടൻ ഡാനി നിന്നെ മാർക്ക് ചെയ്തിരിക്കുക ചുവന്ന മഷിക്ക്. ഡാനി, നിന്റെ ഉദ്ദേശം എനിക്കിപ്പോ മനസ്സിലായി. എല്ലാം മനസ്സിലായല്ലോ. ഇനി മറിയയുടെ പുറകെ നടന്നാൽ ഈ ഭൂമിക്ക് മേലെ നീ കാണില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഡാനി പറഞ്ഞതാ. ഈ ഒരു അവസ്ഥ നിനക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ മരിയയ്ക്ക് മെസ്സേജ് അയച്ചത്. നിങ്ങളെ അകറ്റാൻ വേണ്ടി പൂർവ്വം ചെയ്തതാ, സണ്ണിച്ചായം പറഞ്ഞിട്ട്. ഇങ്ങനെ നിന്നെ കാണാൻ ഞങ്ങൾക്ക് വയ്യ. വിട്ടേരടാ, നമുക്ക് ഈ ബന്ധം വേണം. So, you are an MBA? Not just an MBA, sir. I have a Zabil passport. Zabil, you did in Dubai? No, sir. Zabil is now in Kochi also. Oh. Well, with a Zabil student, we don't have anything more to ask. You are appointed. മൾട്ടിനാഷണൽ കമ്പനികളിൽ ഉയർന്ന ശമ്പളമുള്ള നല്ല ജോലിക്ക് വേണം Zabil പാസ്പോർട്ട്. Zabil International. சந்தியா, என்னோட எனர்ஜி எல்லாம் வேஸ்டா போயிருச்சு. இதுதான் எனக்கு பிடிச்சிருக்கு. இந்த பொம்பளைங்களே இப்படிதான் ஆம்பளைங்களை அளவச்சு பாக்குறதே ஒரு பொழப்பா போச்சு.